ആ ഗൈസ്, നമ്മുടെ കാറുകളിലൊക്കെ നമ്മൾ ടയർ പഞ്ചറായി പോകണമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര നോക്കിയാലും നമുക്ക് വല്ല ആണിയോ അതോ അല്ലെങ്കിൽ എയർ ലീക്കായി പോകണതോ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ലീക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയറും റിമ്മും തമ്മിലുള്ള ജോയിൻ്റ് ആണ ഭാഗത്ത് ആണ് ലീക്ക് നോർമലി കാണുന്നത്. അപ്പോൾ ഈ ലീക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ടയർ ഷോപ്പിൽ ചെന്നാലും അവർ ചിലപ്പോൾ ടയർ മാറാനേ പറയുള്ളൂ. ചിലപ്പോൾ നല്ല ടയറായിരിക്കും, പക്ഷെ നമുക്ക് ഈ ലീക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാരണം ചിലപ്പോൾ അവർ പറയും ടയർ മാറണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ടയറിൻ്റെ ഈ ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് കുറച്ച് സോപ്പ് വെള്ളം ഒഴിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്ക് വരുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ടയർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർ ലീക്ക് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നോർമലി ഇതിൻ്റെ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇതിൻ്റെ ഇത് കണ്ടോ, ഈ റിമ്മും കണ്ടോ, അതിൻ്റെ കോട്ടിങ് പോവാണ്. അതായത് പെയിൻറ്റിൻ്റെ ഒരു കോട്ടിങ് പോലെ ഉണ്ട്. അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വയർ ബ്രഷ് വെച്ചിട്ട് ശരിക്കും ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ റീസീൽ ചെയ്യും. റീസീൽ ചെയ്തതിന് ശേഷം ടയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് ഉണ്ടാവില്ല.